വിവാദങ്ങളിൽ മീര ജാസ്മിന്റെ സിനിമാ കരിയർ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് ശേഷം മലയാളത്തിൽ നെഞ്ചിലേറ്റിയ അഭിനേത്രിയായിരുന്നു മീര ജാസ്മിൻ. പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം നിരവധി സിനിമകൾ, ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, തമിഴിലും തെലുങ്കിലും ജനപ്രീതി തുടങ്ങിയ കരിയറിൽ മീര ജാസ്മിൻ അഭിമാനിക്കാൻ ഏറെയുണ്ട്. എന്നാൽ മീര ജാസ്മിൻ തന്നെ സിനിമാ ലോകത്ത് തന്റെ സ്ഥാനം ഇല്ലാതാക്കി എന്നാണ് ഒരു കാലത്ത് വന്ന സംസാരം. സംവിധായകൻ കമൽ മീരയ്ക്കെതിരെ ഒരിക്കൽ തുറന്നെഴുതിയിരുന്നു. സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഷൂട്ടിംഗുമായി സഹകരിക്കാതിരിക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് മീരയ്ക്കെതിരെ അന്ന് വന്നത്. ഒരു ഘട്ടത്തിൽ മീരയെ സിനിമാ സംഘടനകൾ വിലക്കിയെന്ന വാർത്തകളും പുറത്തുവന്നു. 2008-ലാണ് 2020 എന്ന സിനിമ റിലീസ് ചെയ്തത്. മോളിവുഡിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒന്നിച്ചെത്തിയ സിനിമയായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ നടി ഫാമിലയുടെ റോളിലേക്ക് ആദ്യം പരിഗണിച്ചത് മീര ജാസ്മിനെയായിരുന്നു. എന്നാൽ മീരയ്ക്ക് ഈ സിനിമ ചെയ്യാനില്ല, അന്ന് മീരയെ സംഘടന വിലക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. 2020-ൽ അഭിനയിക്കാൻ പറ്റാതെ പോയതിനെക്കുറിച്ച് ഒരിക്കൽ മീര ജാസ്മിൻ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. ഡേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് തനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റാതെ പോയെന്ന് അന്ന് മീര ജാസ്മിൻ വ്യക്തമാക്കി. എനിക്ക് വിഷമമുണ്ട്. ദിലീപേട്ടൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ദിലീപേട്ടൻ എല്ലാം സംഘടിപ്പിച്ച് ചെയ്ത ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാനായില്ല. മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം ഞാൻ 2020-ൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നെന്ന് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ദിലീപേട്ടൻ ആദ്യം വിളിച്ച് ഡേറ്റ് ചോദിച്ചു 2007-ലാണെന്ന് തോന്നുന്നു. ആദ്യം ചോദിച്ച ഡേറ്റ് 3-4 മാസം നീണ്ടുപോയി. ആ സമയത്ത് ഒരു തെലുങ്ക് പ്രോജക്റ്റ് വന്നു. അത് തീർക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അവർക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നും അവർ ആകെ പ്രഷറായി. അവരുടെ പ്രഷർ വരികയും ഇവിടെ ഡേറ്റ് കൺഫേമായി എന്നെ വിളിക്കുകയും ചെയ്തു. തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. 2020 ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. എൻ്റെ ഡേറ്റും അവരുടെ ഡേറ്റും ഒരുമിച്ച് കിട്ടിയില്ല. സിനിമ ചെയ്യാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നെന്നും മീര ജാസ്മിൻ പറഞ്ഞു. 2020-ക്ക് ശേഷം മീര ജാസ്മിൻ മലയാളത്തിൽ സജീവമായി പ്രേക്ഷകർ കണ്ടിട്ടില്ല. 2020 നടി നയൻതാര ഡാൻസ് നമ്പറുമായി എത്തിയെങ്കിലും വലിയ വാർത്തയായിരുന്നു. അന്ന് തമിഴിലും തെലുങ്കിലും താരറാണിയായിരുന്നു നയൻതാര. എന്നാൽ 2020-ലേക്ക് ദിലീപ് വിളിച്ച തിരക്ക് മാറ്റിവെച്ച് എത്താൻ നയൻതാര തയ്യാറായി. 3 വർഷങ്ങൾക്ക് ശേഷം നയൻതാര അഭിനയിക്കാൻ മലയാള സിനിമയായിരുന്നു 2020. അന്ന് കോടികൾ പ്രതിഫലം നയൻതാര 20-ൽ കുറഞ്ഞ പ്രതിഫലം മാത്രം വാങ്ങിയുള്ളൂ എന്നൊരു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നയൻതാരയോ ദിലീപോ വ്യക്തത വരുത്തിയിട്ടില്ല. ദിലീപിന്റെ ലൈഫ് ഓഫ് ജോസ് കുട്ടിക്ക് സിനിമയിൽ നയൻതാര അതിഥി വേഷത്തിലും ചെയ്തിട്ടുണ്ട്.